ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് കേരള മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകി വരുന്ന വിദ്യാസമനിധി എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ഇപ്പം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഫോർവേഡ് കമ്മ്യൂണിറ്റി കാസ്റ്റിലുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ട് രീതിയിലാണ്, അതായത് കോച്ചിങ് അസിസ്റ്റൻസും അതുപോലെ തന്നെ അക്കാഡമിക്കായിട്ട് പഠിക്കുന്നവർക്കുള്ള സ്കോളർഷിപ്പാണ് കൊടുക്കുന്നത്. കോച്ചിങ് അസിസ്റ്റൻറ്റ് മീൻസ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി PSCയോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളൊരു അക്കാഡമിക്കായിട്ട്, അതായത് 10+2 ഡിപ്ലോമ, ഡിഗ്രി, PG എന്നിങ്ങനെ പഠിക്കുന്നവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതിനകത്ത് എല്ലാവർക്കും സെയിം എമൗണ്ട് ആയിരിക്കുമല്ല കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഡിപ്ലോമയാണ് പഠിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് 6000 രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോർമാറ്റ് കിട്ടും. അപ്പോൾ ആ ഫോർമാറ്റ് നമ്മൾ നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പാളിനെ അല്ലെങ്കിൽ കോളേജ് പ്രിൻസിപ്പാളിനെ കൊണ്ട് നമ്മൾ അറ്റസ്റ്റ് ചെയ്യണം. സാധാരണ സ്കോളർഷിപ്പ് മോണോഫൈഡ് മേടിച്ചിട്ട് അപ്ലോഡ് ചെയ്യുവാണ് ചെയ്യാറ്. പക്ഷേ ഇതിന് പ്രത്യേക ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കോളേജിലോ സ്കൂളിലോ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്, അതായത് എത്ര സമയം എടുത്താലാണ് എനിക്ക് ഈ പൈസ കിട്ടുക, തുക കിട്ടുക, അങ്ങനെ പിന്നെ ചിലവർക്ക് ഈ ബാങ്കിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബാങ്കിൻ്റെ അടിച്ചോട്ട് ബ്രാഞ്ച് അടിച്ച് നോക്കുമ്പോൾ അവരുടെ ആ ഓപ്ഷനിൽ ചിലപ്പം കാണിക്കുന്നില്ല, സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ നമ്പർ തരാം, നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും തരാം. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ വിളിച്ച് ചോദിച്ച് അറിയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.